ഹലോ, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു നാടൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ദോശയ്ക്കൊക്കെ ഉള്ളത്. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ 1 പച്ചമുളക്, പിന്നെ കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് ആദ്യം റെഡിയാക്കി വയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തേങ്ങ അരയ്ക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുക. നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 വറ്റൽമുളക്, 1 പച്ചമുളക്, പിന്നെ 1/4 കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 കറിവേപ്പില. ഇത്രയും ഇട്ടിട്ട് അരക്കണം. 1/2 കപ്പ് വെള്ളവും ചേർക്കുക. പുളി ഇടണം. ഞാൻ പുളി അവസാനം ചേർക്കുന്നത്. പുളി ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്നി ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒരു പൾസിൽ അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചട്നി ഞാൻ പുളി ചേർക്കാൻ മറന്നുപോയിട്ട്, അപ്പോൾ പുളിയും ചേർത്തിട്ട് അരച്ചെടുക്കുക. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തും. അത് കഴിഞ്ഞിട്ട് ഇനി താളിപ്പ് റെഡിയാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ കടുക്, അത് കഴിഞ്ഞ് 2-3 വറ്റൽമുളക് ചേർക്കുക, പിന്നെ 2 കൊളുന്ത് കറിവേപ്പില. നമുക്ക് ചട്നി താളിക്കാം. അതിലേക്ക് ഇട്ടു. അപ്പം നമ്മുടെ തേങ്ങാ ചട്നി റെഡിയായി. ഇത് ഇഡ്ഡലീൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.